ഒരുപക്ഷെ റഷ്യയുടെ ചരിത്രത്തിൽ വലിയ നാണക്കേട് വാരി വിതറിക്കൊണ്ട് ഇന്നലെ റഷ്യയിൽ ഉക്രൈൻ നടത്തിയ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളും റഷ്യയിലും ഉക്രൈൻ നടത്തിയത് വലിയ ഡ്രോൺ ആക്രമണം 660 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ വലിയ ആക്രമണം പുടിന് വലിയ നാണക്കേട് വരുത്തി വെച്ചു. കഴിഞ്ഞ വർഷം മെയ് 17-ന് സമാനമായ രീതിയിൽ ഒരു ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്നത് 556 ഡ്രോണുകളാണെങ്കിൽ ഇന്ന് 660 ഡ്രോണുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുകയും G7 രാജ്യങ്ങൾ ഉക്രൈന് വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉക്രൈനെ വലിയ രീതിയിൽ പിന്തുണച്ചു. അമേരിക്കയും ഉക്രൈന് പിന്തുണ നൽകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ റഷ്യയെ വരച്ച വരയിൽ നിർത്തി ചർച്ച ടേബിളിലേക്ക് എത്തിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നും സെലൻസ്കി കരുതി. അതിന്റെ ഭാഗമായിട്ടാണ് സെലൻസ്കി ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റഷ്യയെ സംബന്ധിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ ചോദ്യചിഹ്നം ഉയരുന്നു. റഷ്യയുടെ ഒരു രീതി അനുസരിച്ച്, വ്ളാഡിമിർ പുടിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറി മറിയാം. ഒരുപക്ഷെ വലിയ മാരകമായ ഒരു ആക്രമണം ഉക്രൈനിൽ മാത്രമായിരിക്കില്ല, ഉക്രൈന് സമീപ പ്രദേശങ്ങളിലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും നാറ്റോ രാജ്യങ്ങളിലും നടത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും കരുതുന്നത്. ഏതായാലും റഷ്യക്ക് വലിയ നാണക്കേട് വരുത്തി വെച്ചുകൊണ്ട് വലിയൊരു ആക്രമണമാണ് ഉക്രൈൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.